അപ്പോൾ നമ്മൾ ആകെ സാവൻ എന്നുള്ള പാഠമാണ് നേരത്തെ 2 പ്രാവശ്യം നമ്മൾ വായിച്ചു. ഇനി അതിൻ്റെ നമുക്ക് ഓരോരോ വേർഡ്സ് ആയിട്ടൊന്ന് നോക്കാം, അപ്പോഴല്ലേ മീനിങ്സ് മനസ്സിലാവുള്ളൂ. എനിക്ക് ഇത് കാഴ്ചയുടെ പ്രശ്നമുള്ളതാണ് ഞാനിതിങ്ങനെ അടുത്ത് വെച്ച് നോക്കുന്നത് കേട്ടോ. നേരത്തെ വായിച്ചപ്പോഴും അതിങ്ങനെ കുനിഞ്ഞ് തന്നെ നോക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. മോനത് പറഞ്ഞല്ലോ, കുനിഞ്ഞ് നോക്കിയത് കൊണ്ടാണ് ബ്ലാക്കായി പോയതെന്ന്. അപ്പോൾ അത് ഒന്നുകൂടെ നോക്കാം. ഖോൽ ദിയേ ഹെ. ഖോൽന എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ഖോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നാണ്. ദർവാസ ഖോലോ, വാതിൽ തുറക്കൂ, ഓപ്പൺ ദ ഡോർ. ഖോൽന എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നാണ് അർത്ഥം. ഒന്ന് പിന്നെ വിരിക്കുക എന്നർത്ഥമുണ്ട്. ഇപ്പം ഗലീച്ച എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് എന്നർത്ഥം. ഗലീച്ച പരവതാനി, നമ്മൾ നിലത്തൊക്കെ വിരിക്കത്തില്ല, ടീപ്പടിയിലൊക്കെ വെച്ചിട്ട് വെക്കുമല്ലോ, അതാണ് ഗലീച്ച എന്ന് പറയുന്നത്. ഇവിടെ ഹരേ ഗലീച്ചയാണ്. ഹര എന്ന് പറഞ്ഞാൽ പറയൂ. ഹര എന്ന് പറഞ്ഞാൽ ഗ്രീൻ. കളറെല്ലാം അറിയാമോ? എല്ലാ കളറുകളും അറിയാമോ? കളറിന്റെ ഹിന്ദി എന്താ പറയാ? കളർ എന്നുള്ള വാക്കിന്റെ ഹിന്ദി പറയാമോ? രംഗ്. കളർ രംഗാണ്. അപ്പോൾ നമുക്ക് 2-3 കളറുകൾ ഞാൻ പറഞ്ഞു തരാം, എഴുതിയും തരാം. ഹര ഗ്രീൻ, ലാൽ റെഡ്, കാല ബ്ലാക്ക്, സഫേദ് വൈറ്റ്, പീല യെല്ലോ, പിന്നെ നോർമലായിട്ട് പറയുന്ന നീല ബ്ലൂ. ഓക്കെ, എഴുതി തരാം കേട്ടോ. ഖോൽ ദിയേ ഹെ ധർത്തി നെ ക്യോം അപ്നെ ഹരേ ഗലീജെ. ചോദ്യം ഇതാണ്, കവി ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് അറിയാമോ? എന്തുകൊണ്ടാണ് വൈ ധർത്തിനെ അപ്നെ ഹരേ ഗലീജെ ഖോൽ ദിയേ ഹെ, ഭൂമി തൻ്റെ പച്ച പരവതാനി എന്തിനാണ് വിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിറയെ പുല്ലൊക്കെ കിളുത്ത് നിൽക്കുന്ന സമയം. എപ്പോഴാണ് പുല്ലൊക്കെ കിളുക്കുന്നത്? എന്തെങ്കിലും ചെടികൾ കിളുക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. എപ്പോഴാണ് വെള്ളം കിട്ടുന്നത് ഭൂമിക്ക്? മഴക്കാലത്ത്. ആ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരിക്കും? വേനലായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. വേനലിന് ഹിന്ദിയിൽ ഗർമി എന്ന് പറയും. മഴക്കാലത്തിന് ബർസാത്ത് കാ മൗസം, മഴയ്ക്ക് ബർസാത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ബാരിഷ് എന്ന് പറയും. പുതിയ വാക്കുകളാണ് കേട്ടോ. ബാരിഷ് എന്ന് പറഞ്ഞാൽ ബാരിഷ്, ബർസാത്ത്, റെയിൻ. ആ ബാരിഷ് ഒത്തിരി ഉണ്ടാകുന്ന കാലമാണ് മഴക്കാലം, റെയിനി സീസൺ. അതിന് ഈ പാഠത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാവൻ. മഴക്കാലം. ബഗീച ഗാർഡൻ, പൂന്തോട്ടം. ഹര ബഗീച, സോറി ബഗീച അല്ല, ഇവിടെ ബഗീച അടുത്ത വരിയിലാണ്. ഗലീച എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. കാർപ്പറ്റ് പറയൂ. കാർപ്പറ്റ്. ഹര ഗലീച ഗ്രീൻ കാർപ്പറ്റ്. ധാൽ സജാകർ ഖടേ ഹോ ഗയേ ക്യോം യേ ബാഗ് ബഗീചെ. ധാൽ സജാകർ ഖടേ ഹോ ഗയേ. ധാൽ എന്ന് പറഞ്ഞാൽ തളികയാണ്, പാത്രം, വലിയ പാത്രം. അതൊരുക്കി നിൽക്കുകയാണ്. സാധാരണ നമ്മൾ ഉത്സവത്തിനെ കാണത്തില്ലേ, പെൺകുട്ടികൾ താലവുമായിട്ട് നിൽക്കുന്നത്. ഈ ധാൽ എന്നുള്ള വാക്കിൽ നിന്നാണ് മലയാളത്തിൽ താലം എന്നുള്ള വാക്കുണ്ടാകുന്നത്. തമിഴന്മാരുടെ ഹോട്ടലിൽ താലി മീൽസ് എന്ന് കാണും, താലി മീൽസ്. അതും ഈ ധാലി തന്നെയാണ്. ഇന്ത്യയിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം ഒരേപോലത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ത്യ ഒന്നാണെന്ന് പറയുന്നത്. ഭാഷ പലതാണെങ്കിലും ഇന്ത്യ ഒന്നാണ്. ഇന്ത്യ എന്നല്ല, ഭാരതം ഒന്നാണ്. സജാക്കർ എന്ന് പറഞ്ഞാലോ സജാന, ടു ഡെക്കറേറ്റ്, അലങ്കരിക്കുക. അപ്പോൾ ഇവിടെ ആരാ നിൽക്കുന്നത്? ബാഗ് ബഗീചെ. ബഗീച ഗാർഡൻ. ബാഗ് എന്ന് പറഞ്ഞാലും ഗാർഡൻ തന്നെയാണ്. മറ്റൊരു വാക്ക് ഉപവൻ. ബാഗ്, ബഗീച, ഉപവൻ, ഗാർഡൻ. ഗോഡ്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയിച്ച് താലവുമേന്തി ഈ പൂന്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ്? നേരത്തെ എന്താ പറഞ്ഞത്? ഈ കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് എന്തിനാണ്?
അപ്പോൾ കാർപ്പറ്റ് വിരിച്ചത് വലിയ VIP-കളെ സ്വീകരിക്കാനായിട്ടാണ്, ആണല്ലോ, ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ താലമൊക്കെ ആയിട്ട് ഇങ്ങനെ പൂന്തോട്ടങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? ആരാണ് ആ VIP? അതാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. നാച്ച് രഹി ക്യോം ബിജിലി. മിന്നൽ, ബിജിലി എന്ന് പറഞ്ഞാൽ മിന്നൽ. മിന്നലിന് ഇംഗ്ലീഷിൽ എന്ന് പറയും ലൈറ്റ്നിങ്. ഇടി വെട്ടുന്നതിനോ? ആലോചിച്ചാൽ മതി, ഞാനൊരു ഇടി ഇടിക്കാം, അപ്പം മനസ്സിലായി ഇടി വെട്ടുന്നുണ്ടാകുന്നു. ഇടി വെട്ടുന്നതിന് തണ്ടർ എന്ന് പറയും. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നലും. ഇവിടെ ആ മിന്നൽ ഇങ്ങനെ ഗിലുഗിലുഗിലാന്ന് വരുന്നത് കാണുമ്പോൾ കവി ചോദിക്കുകയാണ്, മിന്നൽ എന്താ നൃത്തം ചെയ്യുന്നത്? ഡാൻസ്. നാച്ച് രഹി ക്യോം ബിജിലി. ഈ മിന്നൽ നമ്മളങ്ങനെയല്ലേ ഈ ഓണ ആഘോഷത്തിനോ അല്ലെങ്കിൽ ഇതിനൊക്കെ ആൾക്കാരുടെ ഡാൻസൊക്കെ ഉണ്ടാകുമല്ലോ, ഉത്സവത്തിനൊക്കെ. ബാദൽ ബജാ രഹേ ക്യോം ബാജ. ബാജ ബജാന മീൻസ് കൊട്ടുക എന്നാണ്. വാദ്യഘോഷങ്ങൾ മുഴക്കുന്നു. ബജാന മുഴക്കുക. നേരത്തെ ഒരു വാക്ക് ഇതുപോലെ പറഞ്ഞല്ലോ, എന്തോന്നായിരുന്നു? ഖോൽന, സജാന. സജാന, ബജാന. ഇതിൽ ഒരേപോലെ അവസാനിക്കുന്ന വാക്കിന് സെയിം മീനിങ് അല്ല, സെയിം റൈമിങ് വേർഡ്സ്. തുക്ക് വാലേ ശബ്ദ്. തുക്ക് എന്ന് പറഞ്ഞാൽ റൈമിങ്ങിനാണ് തുക്ക് എന്ന് പറയുന്നത്. തുക്ക്. ബജാ രഹേ ക്യോം, ബജാന മുഴക്കുക. ജംഗൽ ജംഗൽ ഖില ഖില ക്യോം മൗസം താസാ താസാ. ജംഗൽ ജംഗൽ ഖില ഖില. ഖില എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. ഖില എന്ന് പറഞ്ഞാൽ ഖില എന്ന് പറഞ്ഞാൽ വിരിയുക, എല്ലാം നല്ല പോലെ ഉഷാറായിട്ട് നിൽക്കുന്നു. മൗസം താസാ താസാ. മൗസം അന്തരീക്ഷം, കാലാവസ്ഥ, നല്ല ഫ്രഷ് കാലാവസ്ഥയാണ്. നമുക്ക് മഴക്കാലം വന്നപ്പോൾ ഫ്രഷ് കാലാവസ്ഥയല്ല, ഫ്രഷ് ആണ്, അവധി കിട്ടിയത് കൊണ്ട് അല്ലേ. നദിയാം കിസ്കെ ലിയെ ജാ രഹി ദൂത് കട്ടോരെ ലേക്കർ. ആർക്ക് പാലും കിണ്ണത്തിൽ പാലും ഒക്കെ ആയിട്ട് നദികൾ ഇങ്ങനെ വേഗം ഒഴുകി പോകുന്നുണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ടിയാണ്? കട്ടോര എന്ന് പറഞ്ഞാൽ ചെറിയ കിണ്ണം, പാത്രം. ബർത്തൻ, ബർത്തൻ പാത്രം. ബോൾ രഹി ഹേ ക്യോം കോയലിയ. കോയൽ കുയിൽ. കോയലിയയും കുയിൽ തന്നെയാണ്. എന്താ ഈ കോയലിയൊക്കെ പാടുന്നത്? കൂ കൂ പാടുന്നില്ലേ? പാട്ട് പാടുന്നു. കുയിൽ പാടുന്നു. എന്തിനോ വേണ്ടി അല്ലേ. നാച്ച് രഹേ ക്യോം മോർ. മോർ മയിൽ. മോരെ മയിലുകൾ. അപ്പോൾ ആകാശത്ത് കാർമേഘം നിറഞ്ഞ് മിന്നലും ഇടിയൊക്കെ വരുന്ന സമയത്താണ് മയിലുകൾ നൃത്തം ചെയ്യുന്നത്. നൃത്തത്തിന്റെ ഹിന്ദി എന്താ? നാച്ച്. നാച്ച് രഹേ ക്യോം മോരെ. മോർ മയിലാണ്, പീകോക്ക്. മോരെ പീകോക്സ്. नहीं समझ पाए क्या अब तक तुम इन सबके माने. അപ്പോൾ കവിയോട് തന്നെ ചോദിക്കുകയാണ്, അയ്യേ ഇത്രയും നേരമായിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? ഇസ്കെ മാനെ, ഇസ്ക അർത്ഥ ക്യോം നഹി തും ക്യോം നഹി സമझे. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിനക്ക് മനസ്സിലായില്ലേ എന്താണ്? അരേ എടോ, ആ ഗയാ ഹേ സാവൻ. ആണ്ട സാവൻ വരുന്നു. സാവൻ, ശ്രാവൺ. ഗർമി സേ ഹാത്ത് മിലാനെ. ഗർമിയോട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് സാവൻ വരുന്നു. ഗർമി വേനൽ.